കേരള സർവകലാശാല കലോത്സവത്തിന് കൊല്ലത്ത് തിരിതെളിഞ്ഞു. യുവജനോത്സവത്തിന്റെ ഉദ്ഘാടനം കൊല്ലം ശ്രീനാരായണ കോളേജിലെ പ്രധാന വേദിയിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. ജനാധിപത്യത്തിന്റെ സ്വഭാവത്തെയും സ്വതന്ത്രമായ അഭിപ്രായത്തെയും ഭയക്കുന്ന ആളുകളാണ് ഇന്നുള്ളതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേരള സർവകലാശാല യൂണിയന്റെ കഴിഞ്ഞുപോയ ഒരു വർഷം അപഹരിച്ച് വിദ്യാർത്ഥികളെ വലച്ച ജനാധിപത്യ വിരുദ്ധ ഏകാധിപതികളായ ചില ചാൻസലർമാരെ വിരൽ ചൂണ്ടിയാണ് യുവജനോത്സവം തുടങ്ങിയത്. ജനാധിപത്യത്തിന്റെ സ്വഭാവത്തെയും സ്വതന്ത്രമായ അഭിപ്രായത്തെയും ഭയക്കുന്ന ആളുകളാണ് ഇന്നുള്ളതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കോളേജ് അടഞ്ഞുകിടക്കുന്ന സമയത്ത് ആദ്യമായി ഒരു കലോത്സവം നടക്കുന്നു. കുട്ടികളുടെ കലാസ്വാതന്ത്ര്യം ഒഴിവാക്കപ്പെടുന്നതിന്റെ ഫലമായി ഇത്തരമൊരു വൈകിയ വേളയിൽ കലോത്സവം നടത്തേണ്ടി വന്നതെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ആദ്യമായിട്ടാണ് എന്നാണ് തോന്നുന്നത് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ യുവജനോത്സവം കോളേജ് അടഞ്ഞു കിടക്കുന്ന ഒരു ഘട്ടത്തിൽ നടത്തേണ്ടി വരുന്നത്. വിദ്യാർത്ഥിയായി, വിദ്യാർത്ഥി പ്രവർത്തകനായി, പിന്നീട് പലതരത്തിലുള്ള ചുമതലകളിൽ ജനാധിപത്യ വേദിയിൽ രാഷ്ട്രീയ പ്രവർത്തകനായുമൊക്കെ ഇവിടെ നടക്കുന്ന യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു ജനുവരി മാസത്തിൽ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിലൊക്കെ രാവും പകലും നിലയ്ക്കാതെ കേൾക്കുന്ന ചിലങ്കയുടെ ഒച്ചയും സംഗീതവും കൂട്ടായ്മകളും എല്ലാം നിറഞ്ഞു നിന്ന ക്യാമ്പസുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരമൊരു സമയത്ത് ഈ യൂത്ത് ഫെസ്റ്റിവൽ നടത്തേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇന്ന് അതിൻ്റെ ജനാധിപത്യ സ്വഭാവത്തിൽ വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനത്തിനും അവരുടെ കലാപ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നത്തിലൊക്കെ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ വെളിവാക്കുന്നതാണ്. ഈ ലങ്ക എനിക്ക് കാരണം ഈ ലങ്കേനാകുമ്പോൾ എടുക്കുവാന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രക്കാരെല്ലാവരും തന്നെ ചേർന്ന് പിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മതിലടിച്ച് അടിക്കിടക്കാന്ന് നിശ്ചയിച്ചു. ലങ്കയിലാണെങ്കിലും 7 മതിലുണ്ട്. കൊടുത്തൂരിലാട്ടെ ആദ്യത്തെ മതിലേക്ക് രാക്ഷസമാരെല്ലാവരും കുരങ്ങനെ കണ്ടപ്പോ താൻ ഒറ്റയ്ക്കാണല്ലോ ലങ്കയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഉള്ള രാക്ഷസന്മാരെല്ലാവരും ചേർന്ന് തന്നെ പിടിച്ചു കിട്ടിയെന്ന് വരും. ഇവിടെ ഉള്ള ഒരു കുരങ്ങന്മാരൊക്കെ അറിയും. താൻ കേട്ടില്ലേ എന്ത് നമ്മളെ കൂട്ടത്തിലൊരുത്തിനെ ദൂതനായിട്ട് പറഞ്ഞയച്ചില്ലേ? പിന്നെ രാക്ഷസന്മാരെല്ലാവരും ചേർന്ന് പിടിച്ചു കിട്ടിയെന്ന്. അവൻ അവിടെ തന്നെ കിടക്കട്ടെ. കേരള സർവകലാശാലയിലെ 250ഓളം കോളേജിൽ നിന്നുള്ള 5000ഓളം കലാപ്രതിഭകൾ 116 ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നു. കൊല്ലത്തെ വിവിധ കോളേജുകളിലായി 11 വേദികളിൽ തുടരുന്ന യുവജനോത്സവം മെയ് 31 സമാപിക്കും. സമാപന സമ്മേളനത്തിൽ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് മുഖ്യാതിഥിയാകും. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എസ്. അശ്വിൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.